ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു Irfoos Hub. അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളി 4 മണി പലഹാരമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് അമൃതം പൊടി യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയാലോ? അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മളുടെ അമൃതം പൊടി ആവശ്യമുണ്ട്. 1 കപ്പോളം അമൃതം പൊടി, പിന്നെ 2 ജാഗിരി വെല്ലം, പിന്നെ 1 മുറി നാളികേരം. ഇത്ര ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനാദ്യമായിട്ട് ഒരു പാന് അടുപ്പത്ത് വെച്ച് നമുക്ക് ചെറുങ്ങനെ ഈ അമൃതം പൊടി ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. കാരണം അതിൻ്റെ പച്ചമണം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമുക്കിതൊന്ന് ചെറിയ രീതിയിൽ വറുത്തെടുക്കാം. അടി കട്ടിയുള്ള പാത്രം എടുക്കണം കേട്ടോ വറുക്കാനായിട്ട്, ഇല്ലെങ്കിൽ നമ്മളുടെ പൊടി വേഗം കരിഞ്ഞു പോകും. ചെറുങ്ങനെ ഒന്ന് സോട്ട് ചെയ്താൽ മതി. ശേഷം നമുക്കതിലേക്ക് ചിരകി വെച്ച 1 മുറി നാളികേരം ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ 2 വെല്ലം ചെറുങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുക, എക്സ്ട്രാ മധുരം ചേർക്കുകയൊന്നും വേണ്ട. ഈ 2 വെല്ലവും പിന്നെ അമൃതം പൊടിക്ക് ഓൾറെഡി മധുരമുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ശേഷം കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം നമുക്കിത് ബോൾസായിട്ട് മാറ്റാം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അമൃതം പൊടി ഓൾറെഡി നല്ല ടേസ്റ്റിയുള്ളൊരു സംഭവമാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇത് പുട്ട് വെച്ചിട്ടോ ദോശ വെച്ചിട്ടോ ഒന്നും കുട്ടികൾ തിന്നുന്നുണ്ടില്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇതൊരു ഈവനിങ് സ്നാക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരൊക്കെ കഴിച്ചോളും. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതൊക്കെ നല്ല ബോൾസാക്കി എടുക്കാം. എന്നിട്ട് ഈ ബോൾസാക്കിയത് നമുക്ക് ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഒന്ന് ഭംഗി കൂടാനും ടേസ്റ്റ് കൂടാനും നമുക്ക് അങ്ങനെ ചെയ്യാം. ഇതിൽ നമുക്ക് നട്ട്സൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ നട്ട്സൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. റൈസിൻസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഞാനിപ്പോൾ ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് തേങ്ങ ചെറുകിയിൽ പഞ്ചസാര കൂട്ടി ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ട് അതാണ് കോട്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയും ചെയ്യാം, അത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ അമൃതം പൊടി വെച്ചിട്ടുള്ള സ്നാക്സ് റെസിപ്പി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ്, പിന്നെ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസായിട്ട് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.